ഹലോ. അപ്പം പുതിയൊരു സാധനം വന്നിട്ടുണ്ടേ. നമ്മുടെ ബാഹുബലി മൂവിയുടെ ഹോട്ട്സ്റ്റാർ സ്പെഷ്യൽ രാജമൗലിസ് ബാഹുബലി ക്രൗൺ ഓഫ് ബ്ലഡ് ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ആനിമെ എന്തോ ആണിത് സംഭവം. ആനിമയുടെ ഒരു പുതിയ തുടക്കമാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഒരു ട്രെയിലറാണ്. ബാഹുബലിയുടെ ട്രെയിലർ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ കുറച്ച് നേരമായി. നിങ്ങൾക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം അല്ലേ? എന്താ സംഭവം എന്ന് അറിയണമല്ലോ. എന്ത് കളയാം പോരട്ടെ. इतिहास के पन्नों में दबी शूरवीरों की धरती माहिष्मति। എല്ലാവരും ഉണ്ടല്ലോ. जब अमरेंद्र ബാഹുബലി बाहुबली माहिष्मति के शत्रुओं का सामना कर रहा था, उसके अपने भाई भल्लाल देव ने ही उसकी पीठ പുറകിൽ നിന്ന് में खंजर കുത്തിയായിരിക്കണം भोंक പറഞ്ഞത്. दिया। ദ വേൾഡ് ഓഫ് ബാഹുബലി पर इससे पहले एक और कहानी थी, വേറൊരു സ്റ്റോറി. माहिष्मति के इतिहास की एक ऐसी महागाथा जिसमें बाहुबली को अपनी ടഫസ്റ്റ് सबसे बड़ी ചലഞ്ച് ഫേസ് ചെയ്യാൻ चुनौती का പോവാണ് सामना ബാഹുബലി. करना पड़ा। ക്രിയേറ്റർ ഓഫ് രാജമൗലി. कौन हो तुम? ഞാനടാ नाम से रक्तदेव, രക്തദേവ്, काम से काल, ഹരിബിംഗർ ഓഫ് ഡെത്ത്. इनकी एक ललकार ने कई राज्यों के सिंहासन पलट दिए। जला दो माहिष्मति ബേൺ ഡൗൺ മഹിഷ്മതി. ഇതെന്നാ JCB യോ? ആ നമ്മുടെ മറ്റേ ഉണ്ടാവിടെ സാധനം. ലെജൻഡ് ഓഫ് ഹനുമാൻ മേക്കേഴ്സ്. रक्तदेव माहिष्मति पर राज नहीं करना चाहता, बल्कि उसे इतिहास से ही നശിപ്പിക്കാനാ उखाड़ വരുന്നതെന്നാ പറയുന്നത്. फेंकना चाहता। എടുക്കാൻ വേണ്ടിയല്ല. असली ताकत कहाँ होती True है? power resides. सामने कौन था? कालदूत की सेना का नया सेनापति था। നാളെ കട്ട എതിരാണ്. सेना अपने ही गुरु से कैसे जीतेगी? എന്തിനെതിരെ നിൽക്കുന്നൊക്കെയാണ് ചോദിക്കുന്നത്. കഥ കൂട്ട്. मैं अकेले उतर പൽവാദേവനും ബാഹുബലിയും തമ്മിൽ ഒന്നിക്കാൻ തോന്നാട്ടോ. അടി നാശ ബഹളമായിരിക്കും ഇത്. ना तुम अकेले ये कर पाओगे भल्ला, ना ഒറ്റയ്ക്ക് मैं। നേരിടാൻ पर പറ്റുമെന്നൊക്കെയാണോ एक साथ പറയുന്നത്? भारी पड़ सकते हैं। विजयी भव। വിജയിച്ചു വരും. അടി മോനെ. കട്ടപ്പൊക്കെ മെഴുകുമെന്ന് തോന്നുന്നു. അതെ, പുതിയ ആരിലും ആണത്. സാമാന്യാകാതിരുന്നാ തീരുന്നത്. രാജമൗലിസ് ബാഹുബലി ക്രൗൺ ഓഫ് ബ്ലഡ് മെയ് 17 ഇറങ്ങുണ്ടായി. ഡിസ്നി ഹോട്ട്സ്റ്റാറിലാണ്. ഒള്ളി ഓൺ ഡിസ്നി ഹോട്ട്സ്റ്റാർ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ഒള്ളി ഓൺ ഡിസ്നി ഹോട്ട്സ്റ്റാർ കേട്ടാ. ആനിമേ സീരീസ് ആണ്. സീരീസ് ആണോ അതോ സിനിമ ആയിട്ടാണോ എന്ന് അറിയത്തില്ല. സീരീസ് ആണോ സിനിമ ആണോ കൊടുത്തിട്ടില്ല. നമുക്കത് കണ്ട് തന്നെ അറിയേണ്ടി വരും. നോക്കട്ടെ സീരീസ് ആണോ സിനിമയാണോ എല്ലാം പറഞ്ഞിട്ടുണ്ടോടെ. ഹോട്ട്സ്റ്റാർ സ്ട്രീമിംഗ് 17th ഒന്നും പറഞ്ഞിട്ടില്ല. സീരീസ് ചിലപ്പോൾ ഒറ്റ സിനിമ വല്ല ആയിരിക്കും. എപ്പിസോഡ് ഇറങ്ങുമായിരിക്കും. അപ്പം ആനിമേ ബാഹുബലി വരുന്നുണ്ട്. ക്രൗഡ് ഓഫ് ബ്ലഡ് ഇതാണ് അതിന്റെ പേര്. ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. മെയ് 17 അത് വരും. കട്ടപ്പയ്ക്ക് എതിരാണ് കേട്ടോ. പുതിയ ഒരാളോടെ വന്നിട്ടുണ്ട്. ഇത് വില്ലനായിട്ട് വന്നിരിക്കുന്നത് അശിരാസുരൻ. അവന്റെ പേരെന്തായിരുന്നു? അവന്റെ പേര് നോക്കട്ടെ. രക്തദേവ് 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 എന്നാണ് അവന്റെ പേര്. ഇവിടെ ഈ വലിയ സാധനമൊക്കെ ഉണ്ട്. മറ്റേ പൽവാൾ ദേവിന്റെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ പോകുന്നത് കറങ്ങുന്നത്. നേരത്തെ ചക്രമൊക്കെ വെച്ചിട്ട് അതുപോലത്തെ വലിയ സാധനമൊക്കെ ഉണ്ട്. ആനിമ ആകുമ്പോഴത്തേനും കാർട്ടൂൺ പോലെയൊക്കെ ഉണ്ട് സാധനം. തന്നെയാണല്ലോ ആനിമ. പക്ഷെ അടിപൊളിയായാൽ മതി, അല്ലെങ്കിൽ കളിപൊളിയാകും. നമുക്ക് വെയിറ്റ് ചെയ്യാതെ എന്തുവാ വരുന്നതെന്ന് അറിയണമല്ലോ. സംഭവമൊക്കെ കിടക്കുന്നത് എന്തൊക്കെയാ അത് കാണണമല്ലോ. ആനിമ ആകുമ്പോഴത്തേനും വേറെ ഗുണം അറിയോ? ആനിമ ആകുമ്പോഴത്തേനും കുറെ സംഭവം ഇവർക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം സിനിമയ്ക്കകത്ത് കുറച്ച് ലിമിറ്റേഷൻ ഉള്ളൂ. ആനിമയ്ക്കകത്ത് അതില്ല. ഇവർക്ക് ഇമാജിനറിയിൽ വരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങളെല്ലാം ആനിമയ്ക്കകത്ത് കിടപ്പുണ്ട്. നമ്മള് ഈ ഡീമൺ സ്ലെയർ ഒക്കെ പോലത്തെ ഒരു സാധനമൊക്കെ വരട്ടെ അല്ലേ. വരുവാണെങ്കിൽ അടിപൊളി, അല്ലെങ്കിൽ അടിപൊളി. എന്തായാലും വെയിറ്റ് ചെയ്യാം. പുള്ളിയുടെ സാധനമൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ ഹനുമാന്റെ മേക്കേഴ്സ് ഒക്കെ ആണെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ആ സാധനം കണ്ടിട്ടില്ല. കണ്ടു നോക്കുവാണെങ്കിൽ അറിയാമായിരുന്നു എങ്ങനെ ഉണ്ടെന്നത്. വന്നിട്ട് കുറച്ചു നേരമായി. മെയ് 17 എന്തായാലും ഹോട്ട്സ്റ്റാറിൽ വരും. കാണാം. ബൈ.